ലോകത്തിന്റെ ഇന്നൊരു കോണിൽ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് കേരളം ഇന്നത്തെ കേരളമാകുന്നതിന് മുൻപ് കൊച്ചിയുടെ ആകാശത്തിന് ഇന്നേക്കും 1000 പൗർണമിയുടെ ചെറുപ്പമായിരുന്നൊരു ദിവസം ഭൂമിയിലെത്തിയ അമ്പലത്തിൽ ഒരു കുഞ്ഞിന്റെ ശബ്ദമുയർന്നു. അമ്മ എലിസബത്ത് ജോസഫും അപ്പൻ അഗസ്റ്റിൻ ജോസഫും വീട്ടുകാരും മാത്രമേ 1940 ജനുവരി 10 ആ ശബ്ദം കേട്ടുള്ളൂ. പക്ഷേ കാലം കേരളക്കരയുമായി അന്നേക്ക് തന്നെ ഒരു കരാറുണ്ടാക്കിയിരുന്നു. ഈ ശബ്ദം കാലങ്ങൾ വാഴാനുള്ളതാണെന്ന്, കൽപ്പാന്ത കാലത്തോളം കാതുകളിൽ മുഴങ്ങാനുള്ളതാണെന്ന്. സംഗീതവും ഉച്ചാരണവും മാത്രമല്ല, ജീവിതത്തിലെ അച്ചടക്കവും ആ അപ്പൻ മകനെ പഠിപ്പിച്ചു. ഇല്ലായ്മകളിൽ പൊരുതുമ്പോഴും മനസ്സ് തളരാതിരിക്കാൻ അമ്മ ചെയ്യും. തൃപ്പൂണിത്തുറ RLB, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരും KR കുമാരസ്വാമി അയ്യരും അടക്കമുള്ള ഗുരുക്കന്മാർ കർണാടക സംഗീത ലോകത്ത് കൈപിടിച്ച് നടത്തിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പ്രിയ ശിഷ്യനായി 7 സ്വരങ്ങളിൽ ഏത് ഭാവവും പാടാൻ ആ ചെറുപ്പക്കാരൻ കരുത്തു നേടി. ഞാൻ എത്രയോ വേറെ ഒരുപാട് സിംഗേഴ്സിന്റെ കൂടെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരുടെ എല്ലാ ജീവിത ശൈലിയും കണ്ടിട്ടുണ്ട്. പക്ഷെ സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ് ദാസേട്ടൻ്റെ. എടുത്തെടുത്ത് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എപ്പോ നോക്കിയാലും ത്യാഗരാജ സ്വാമികളുടെ ഒരു വലിയ പുസ്തകം കയ്യിൽ വെച്ച് അതിൽ നിന്ന് എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ട് ദാസൻ റൂമിൽ ചെന്നാൽ ദാസന്റെ കമ്പ്യൂട്ടർ തുറന്നു വെച്ച് ത്യാഗരാജ സ്വാമികളുടെ ബുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കീർത്തനങ്ങൾ പഠിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദാസന്റെ സംഗീതത്തിന്റെ ഓരോരോ സാധ്യതകളെ കുറിച്ച്. 21-ാം വയസ്സിലായിരുന്നു സിനിമയിലെ തുടക്കം. 60കളിൽ AM രാജയും കമകറയും തിളങ്ങി നിൽക്കുന്ന സിനിമാ സംഗീത ലോകത്ത് കാൽപ്പാടുകൾ എന്ന പടത്തിൽ MB ശ്രീനിവാസ് ചൊല്ലിക്കൊടുത്ത ഈണത്തിൽ ദാസ് ആദ്യമായി പാടി. 1961 നവംബർ 14. അത് കേരള ചരിത്രം മാറ്റിമറിച്ച ശ്രീനാരായണ ഗുരുദേവൻ കുറിച്ച വരികളായിരുന്നു. ആ വരികൾ ചൊല്ലി യേശുദാസ് ഒരു പുതിയ ചരിത്രം കുറിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതൊരു സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ ആരംഭമായിരുന്നു. അരങ്ങേറിയ ആദ്യ പതിറ്റാണ്ട് തന്നെ ദാസ് തന്റേതാക്കി മാറ്റി. സംഗീതം സമം യേശുദാസ് എന്ന് സാധാരണക്കാർ മനസ്സിൽ കുറിച്ചു. ഒരു കംപ്ലീറ്റ് പാട്ടുകാരൻ എന്ന് പറയുമ്പോ ഒരു ഏത് തരത്തില് ഏത് ജോണറാണെങ്കിലും, ഇപ്പം ജോണേഴ്സ് എത്രയോ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഏത് തരം ജോണറാണെങ്കിലും അനായാസമായി അത് ഉൾക്കൊണ്ട് സംഗീത സംവിധാനം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്പുറത്ത് പാടി സംഗീത സംവിധാനം വരെ ഞെട്ടിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസം. അതാണ് ഡോക്ടർ KJ യേശുദാസ്. യേശുദാസിന്റെ ശബ്ദത്തിന്റെ സാധ്യതകൾ ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ് ആ കഴിവിനെ ഏറ്റവും ആദ്യം വെല്ലുവിളിച്ചത് ദേവരാജൻ മാസ്റ്ററായിരുന്നു. ദാസിന് സംഗീതം അറിയാം എന്ന് എല്ലാവർക്കും അറിയാം. സംഗീതത്തിന് ദാസിനെ അറിയാമെന്ന് കണ്ടുപിടിച്ചത് മാസ്റ്ററാണ്. ഇക്കാര്യം ദാസിനും അറിയാമെന്നും മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുരിതന്നു താളടുമ്പും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം
ശിവം സുന്ദരം. ശാസ്ത്രീയ സംഗീതത്തിൽ ആചാര്യസ്ഥാനത്തുള്ള ദക്ഷിണാമൂർത്തിക്ക് ദാസ് ഒരു എളുപ്പ വഴിയായിരുന്നു. തന്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാനുള്ള സ്വരമറിഞ്ഞ പ്രതിഭ. ഇവരിൽ നിന്ന് വേറിട്ട് കവാലിയുടെയും ഗസലിന്റെയും ഛായകൾ മലയാള സംഗീതത്തിൽ കൊണ്ടുവന്ന ബാബുരാജിനും അതിന് വേറെ ഗായകനെ തേടേണ്ടി വന്നില്ല. റെക്കോർഡിംഗ് റൂമിൽ നിന്ന് ബാബുക്ക വാ വാ വിളിച്ച് സബാഷ് പറഞ്ഞു. കൊടുവിൽ എത്തുമ്പോ ചോദിക്കുക ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ എത്തുമ്പോ ചെവിയിൽ രാഘവൻ മാഷിന്റെ നാടൻ ശീലുകൾക്ക് തനി നാടൻ ശൈലി പകർന്ന യേശുദാസ് മലയാളിയെ സ്വന്തം മണം ഓർമ്മിപ്പിച്ചു. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പിന്നെയും എത്രയെത്ര കമ്പോസർമാർ, എത്രയെത്ര പാട്ടെഴുത്തുകാർ. എല്ലാവർക്കും ദാസിനെ വേണം, എല്ലാവർക്കും ദാസിനെ മതി. അന്നന്ന് കമ്പോസേഴ്സ് കുറേ കൂടെ കമാൻഡിങ് ആണ്. അപ്പൊ ദാസേട്ടനെ ഇങ്ങനെ പാടും എന്ന് പറഞ്ഞ് പാടിച്ചവരും പിന്നെ അത് കഴിഞ്ഞ് ദാസേട്ട പാടിത്തരുമോ എന്ന് പറഞ്ഞുള്ളൊരു ജനറേഷൻ, പിന്നെ ഒന്ന് പാടുമോ എന്ന് പറയുന്ന ഒരു ജനറേഷന്റെ കാര്യം. ദാസേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്ക് ഒരു ധൈര്യം വേണം. ഈ പാട്ട് അദ്ദേഹത്തിന് കറക്റ്റ് ആണോ, ദാസേട്ടൻ എന്നുള്ള ആൾക്ക് പാടാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആണോ ഇത് എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വരെ ഒരു ധൈര്യം വേണം. പിന്നെ ആ മുമ്പിൽ പോയി ട്യൂൺ പറഞ്ഞു കൊടുക്കാൻ വേണം. ഇല്ലെന്നിട്ട് ദാസേട്ടൻ പാടാൻ എണീറ്റ് പോകും. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലർക്കും. അപ്പോഴൊക്കെ ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്, ദാസേട്ടൻ ഞാൻ എന്തിനാടാ ഇത് കേട്ടറിഞ്ഞൂടെ, അത് അതിന്റെ ഒറിജിനലൊന്നും അല്ല, അത് അവൻ ചെയ്തതും അല്ലെന്നറിയാം. ഇങ്ങനെയൊക്കെ ദാസേട്ടൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മിക്കവരോടും യേശുദാസ് മുഷിഞ്ഞിട്ടുണ്ടാവും. ആ ശബ്ദത്തിൽ ഒരു വഴക്ക് കേൾക്കുന്നതും ഭാഗ്യമെന്ന് പലരും കരുതി. പിണങ്ങിപ്പോയാലും അവർ വിഷമിച്ചില്ല. ദാസ് വരും, തന്റെ ഈണത്തിനെ പാടി അനശ്വരമാക്കും. അവർ കാത്തിരുന്നു. ദാസ് അവരെ നിരാശരാക്കിയില്ല. കാതോർത്തിരുന്ന മലയാളികൾ. ദാസേട്ടന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടാൽ മതി. ഈ അടുത്ത കാലത്ത് ഒരു സ്കൂൾ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ പെട്ടെന്ന് ദാസേട്ടൻ പാടിയ ഭഗവത്ഗീതയിലെ 2 വരി ആ സ്പീക്കറിൽ കൂടെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ അവിടെ ഇരുന്നവർ മുഴുവൻ ഇങ്ങനെ കോരിത്തരിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഒരു ശബ്ദം, അതൊരു ഗന്ധർവനാദമാണ്. ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, പാദപ്പുമരത്തോട്ടിൽ നിന്നപ്പോൾ വളകിരുക്കം കേട്ടു. മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ പദവികൾ വരും മുൻപ് അതെല്ലാമായിരുന്ന പ്രേം നസീറുമായി വല്ലാത്തൊരു പൊരുത്തമുണ്ടായിരുന്നു യേശുദാസിന്റെ ശബ്ദത്തിന്. നസീർ ഹിറ്റുകളെ ദാസിന്റെ സ്വരം മെഗാ ഹിറ്റുകളാക്കി. ഒരിക്കലും യേശുദാസ് പാടുന്നതല്ല ചിന്തിക്കുന്നത്, നസീർ സാറ് പാടുകയാണെന്നാണ് ജനങ്ങൾക്ക് തോന്നിയിരുന്നത്. 1000 പാദസ്വരങ്ങള് പാടുമ്പോഴ് ഞാൻ ഏറ്റവും നോട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ ദിലാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിയപ്പോ ഈ ഞരമ്പ് വരെ, അപ്പൊ അദ്ദേഹം അകത്ത് പാടുന്നുണ്ടാവും. ആ ലെവലില് ആ ശ്രുതിയിലായിരിക്കില്ലായിരിക്കാം, എന്തെങ്കിലും ആയിക്കട്ടെ, പക്ഷെ അത് കാണാം നിങ്ങൾക്ക്. എന്നാൽ നസീറിൽ ഒതുങ്ങിയില്ല ആ മുഖ സ്വരപ്പൊരുത്തം. വെള്ളിത്തിരയിൽ തലമുറകൾ പലത് മാറിയിട്ടും താരമുഖങ്ങൾക്ക് എക്കാലവും യോജിക്കുന്ന ശബ്ദത്തിന് വിപണി മൂല്യം എന്നും ഉയർന്നു തന്നെ നിന്നു.
ദാസേട്ടനെ പാടാനുള്ള ഈണങ്ങൾ സൃഷ്ടിക്കാനാണ് താൻ ജനിച്ചത് തന്നെയെന്ന് അഭിമാനത്തോടെ പറഞ്ഞ രവീന്ദ്രനും വരും തലമുറ ആസ്വാദകർക്കായി നിത്യഹരിത ഈണങ്ങൾ സൃഷ്ടിച്ച ജോൺസൺ മാഷും അതിൽ എണ്ണം കൊണ്ടും ശൈലി കൊണ്ടും വേറിട്ട് നിന്നു. മാറി വന്ന സംഗീത സംവിധായകരുടെ തലമുറകളുടെയും ആദ്യ ചോയ്സ് യേശുദാസ് തന്നെയായിരുന്നു. നമ്പർ 1 മ്യൂസീഷ്യൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻസ്പിറേഷൻ, റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ദാസാർ തന്നെയാണ്. കുഞ്ഞാൾ പോലെ ഞങ്ങൾ കേൾക്കുന്ന വോയിസും ആ വോയിസിൽ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പ്രാക്ടീസിനെ പറ്റി പറയുന്നതും, ഇല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ഡെഡിക്കേഷൻ, ഇല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി അദ്ദേഹം തരുന്ന ഇംപ്രഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യങ്ങളാണ് നമുക്ക് ഇത്ര നാള് കിട്ടിയിരിക്കുന്നത്. തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിരുകൾ കടന്ന് ദാസിന്റെ സ്വരഖ്യാതി പടർന്നു. ദാസിന്റെ നാട്ടുകാരല്ലേ എന്ന ചോദ്യം കേട്ട് മലയാളികൾ മറുനാടുകളിൽ ഉലകം കൊണ്ടു. രാജ്യത്തെ എല്ലാ ഭാഷകളിലും പാടിയ യേശുദാസ് ഒരു ദേശത്തിന്റെ സ്വരമായി. He is unmatched. Yes, that's unmatched. His voice is God given. And I've been hearing a song from when I was 3 or something. And my father worked on many songs which he has sung. So that's what I could say. After Rafi Saab, that his voice, then we, SPB Saab is there, but he's different. And he has his own talents. But as a voice, Jesus is unmatched still. സ്റ്റേജ് ഷോകളിലെ നക്ഷത്ര തിളക്കമായിരുന്നു ഈ താരം. ദേശത്തും വിദേശത്തും യേശുദാസിനെ നേരിൽ കാണാൻ, പാട്ട് കേൾക്കാൻ ആളുകൂടി. പ്രോഗ്രാമിന് വരുമ്പോ ആദ്യം നമ്മൾ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൂടാ, ഓർക്കസ്ട്രക്കാരെയൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടാ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നിന്ന് പാടണം. ഞാൻ അന്ന് ഗിറ്റാറൊക്കെ വായിച്ചിരുന്ന കുറെ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ ഒന്നാമത് ഞാൻ ആ വയസ്സ് ടീനേജ് എന്ന് പറഞ്ഞ വയസ്സ്, അപ്പൊ തിരിഞ്ഞു നോക്കി, മോളെ പോലെയല്ലേ, അപ്പൊ തിരിഞ്ഞു നോക്കി സംസാരിക്കാൻ പാടില്ല, അവരുടെ അടുത്ത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്നെ വളർത്തിയതെന്ന് തന്നെ പറയാം. അല്ല, ഞാൻ ഓർക്കുന്നത്, ഞാൻ വെങ്കലത്തിലെ 10 വെളുപ്പിന് പാടി നിൽക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളത്ത് അദ്ദേഹം റെക്കോർഡിങ്ങിന് വന്നപ്പോഴത്തേക്കും ആ സ്റ്റുഡിയോയിൽ ഞാൻ അതിന് മുമ്പ് പാടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദാസേട്ടനെ മീറ്റ് ചെയ്ത ശേഷം ദാസേട്ടൻ പറഞ്ഞു, നിനക്ക് തിരക്കില്ലെങ്കിൽ നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊരു പാട്ട് പാടിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് ഞാനോട് വെയിറ്റ് ചെയ്യുകയും ദാസേട്ടൻ പാടിയ ശേഷം എന്നെ വിളിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ, സിംഗർ എന്ന രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതും ഒരുപാട് വലിയൊരു ഗ്രേറ്റ് ലെസൺ ആയിരുന്നു അദ്ദേഹം തുടക്കക്കാരനായ എനിക്ക് തന്നത്. പിന്നീട് അത്തരം മുഹൂർത്തങ്ങൾ പിന്നീട് ഒരുപാട് ലൈഫിലുണ്ടായിട്ടുണ്ട്. നമ്മളെ എന്താ പറയാ, അത്രത്തോളം കെയറിംഗ് ആണ് ദാസേട്ടൻ പലപ്പോഴും. എനിക്ക് എന്റെ കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സിനും ഇത് തന്നെയായിരിക്കും പറയാനുള്ളത്. വെറുമൊരു സംഗീത വിദ്യാർത്ഥി എന്ന സ്വയം പരിചയപ്പെടുത്തി ശാസ്ത്രീയ സംഗീത കച്ചേരികളിലും ആ സാന്നിധ്യം തരംഗം തീർത്തു. ഭക്തിഗാനങ്ങളും അർത്ഥശാസ്ത്രീയ ഗാനങ്ങളും കച്ചേരികളിൽ പുതിയ രീതിയിൽ പരീക്ഷിച്ചു.
യേശുദാസിന്റെ നടപ്പും ഭാവവും അനുകരിച്ചു. ദാസേട്ടനപ്പുറത്തേക്ക് ദാസേട്ടൻ വിട്ട് നമുക്കൊരു സംഗീതമില്ല, നമുക്ക് പാട്ടില്ല, നമുക്കൊരു ദിവസം പോലും ആരംഭിക്കില്ല, നമുക്കൊരു യാത്ര പോകാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാസേട്ടനില്ല. എവിടെ പോയാലും മുളി എവിടെ നിന്ന് എന്തെങ്കിലും മൂളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ദാസേട്ടൻ ഒരു പാട്ട് കേൾക്കാതെ നമുക്കൊരു നിമിഷം പോലും പോകാൻ പറ്റില്ല. അത്രത്തോളം നമ്മുടെ ജീവിതവുമായി ഇഴചേർന്ന് കേൾക്കുന്നതാണ് ദാസേട്ടനും അദ്ദേഹത്തിന്റെ ശബ്ദം. ഒരുപക്ഷെ നമ്മുടെ മലയാള ഭാഷ ഏറ്റവും കൂടുതൽ ശ്രമിക്കപ്പെട്ടത് ദാസേട്ടന്റെ ശബ്ദത്തിലൂടെയാണ്. ലോകം നമ്മൾ മാത്രമല്ല, ഈ കേരളം വിട്ട് അല്ലെങ്കിൽ മലയാള ഭാഷയും പാട്ടും സംഗീതവും ഉണ്ടെന്ന് അറിയുന്നതിന് ഒരു പ്രധാന കാരണക്കാരൻ ദാസേട്ടനാണ്. അദ്ദേഹം പുറത്ത് മറ്റു ഭാഷകളിൽ പാടിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മലയാളം പാട്ടുകളാണ് കേൾക്കുന്ന എല്ലാവർക്കും നമുക്കും ഇഷ്ടം. കാരണം നമ്മുടെ ഒരു സ്വാർത്ഥത അദ്ദേഹം മലയാളിയാണെന്നുള്ളതാണ്. പാട്ടിലൊതുങ്ങിയില്ല യേശുദാസിന്റെ വിഷയങ്ങൾ. യേശുദാസ് സംഗീതത്തിനുമപ്പുറം നാടിന്റെ ആശങ്കകളെ അറിഞ്ഞ് അവരോട് സംസാരിക്കുന്നയാളായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി, ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ ദാസേട്ടൻ ഒരുപക്ഷെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറത്തേക്ക് മനുഷ്യനെ കാണാനായിട്ട്, മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ട് ഒക്കെയും ഉള്ളൊരു വലിയ മനസ്സുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെ അദ്ദേഹം ആദ്യകാലം തൊട്ട്, അത് പിന്നീട് ഒരുപാട് പേര് അനുകരിച്ചാണെങ്കിൽ പോലും തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേദിയിലേക്ക് എത്തണം. അത്തരത്തിൽ ആ ഒരു എന്താണ് നന്മയുടെ ഒരു രൂപം അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എന്താണ് നമ്മളെ കാണിച്ചു തരികയാണ്. കാരണം ആ ഒരു എന്താണ് ഒരാളുടെ ഒരു ട്രേഡ് മാർക്കായിട്ട് ഈ തൂവെള്ള വസ്ത്രം മാറുന്നു എന്നുള്ളതൊക്കെ തന്നെ മറ്റാരും ഒരുപാട് പേര് അനുകരിച്ചെങ്കിൽ പോലും മറ്റാർക്കും ആ ഒരു സ്റ്റേച്ചറിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഉപദേശിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന മുതിർന്ന സഹോദരനായി ചിലപ്പോൾ. നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഒരു പ്രവണത മാറ്റിയെടുക്കണം. നമ്മൾ തന്നെയാണ് നമ്മളുടെ സ്വന്തം സഹോദരങ്ങളെ ഇതാക്കുന്നത്. അത് മാറാണ്ട് നമ്മൾ എന്തെല്ലാം സംസ്കാരമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ സംസ്കാരങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഘോഷിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ എന്റെ അപേക്ഷ ഇതാണ്, എല്ലാവരും നല്ല വിധത്തില് സ്നേഹിക്കാൻ പഠിക്കുക. ചിലപ്പോൾ തമാശ പറഞ്ഞ് കുട്ടികളെ പോലെ ചിരിച്ചു. വേലക്കാരന്റെ സെലക്ട് ചെയ്തതില്ല, അറിയാതെ കേട്ടു. കള്ളനെന്നല്ല, വേലക്കാരനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്ന ആളെ, വേലക്കാരനത് ജോലി ചെയ്യുന്ന ആളെ സെലക്ട് ചെയ്യാൻ ആദ്യം എനിക്ക് എന്തറിയാടോ എന്ന് ചോദിച്ചു. ചോറ് വയ്ക്കാൻ അറിയാമോ? ഇല്ല. ഓ ശരി. എല്ലാം ഓ ശരി. പിന്നെ അടുത്തത് തുണി അലക്കുവോ? ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയ ആളല്ല. ഇതൊന്നും അറിയാത്തൊരു തിരുമേനി ഇവിടെ ഉണ്ട്. 2 തിരുമേനിയുടെ വേണ്ട. മറ്റു ചിലപ്പോൾ പരിഹസിച്ചും പരിഭവം പറഞ്ഞു അയാൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി. നമ്മളും അത് ആസ്വദിച്ചു. പ്രതികരിക്കാൻ തോന്നിയപ്പോഴൊക്കെ പ്രതികരിച്ചു. സങ്കടം തോന്നിയപ്പോൾ പൊട്ടിക്കരഞ്ഞു. ഞങ്ങളുടെ കൂടെ രവിയുണ്ട്, ഞങ്ങളുടെ കൂടെ രവിയുണ്ട് ഇവിടെ. മലയാളിക്ക് കരച്ചിലിലും ചിരിയിലും പ്രണയത്തിലും പ്രതിഷേധത്തിലുമെല്ലാം കൂട്ട് ഈ നാദബ്രഹ്മമാണ്. ദാസേട്ടന്റെ പാട്ടുകൾ കേട്ടാണ് എന്റെ തലമുറ, ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ വളർന്നത്. മലയാളം
അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണം എന്താണെന്ന് ഞങ്ങൾ പഠിച്ചത് ദാസേട്ടന്റെ പാട്ട് കേട്ടിട്ടാണ്. ഞങ്ങളുടെ പ്രണയത്തിനും ഞങ്ങളുടെ വിരഹത്തിനും ഞങ്ങളുടെ സന്തോഷത്തിനും ഞങ്ങളുടെ സങ്കടങ്ങൾക്കും എല്ലാം ദാസേട്ടന്റെ പാട്ടുകളുമായിട്ട് ബന്ധമുണ്ട്. മലയാളിയുടെ അന്ധമായ പ്രിയം ഇത്രയ്ക്ക് നേടിയ വേറെ ഏതെങ്കിലും മനുഷ്യനെ നമുക്ക് പറയാൻ കഴിയുമോ? ആ സ്വരമഴയിൽ ഇവിടെ പ്രകൃതി തളിർക്കും, മനുഷ്യർ പ്രണയിക്കും, എന്തിന് ദൈവങ്ങൾ പോലും സുഖമായി ഉറങ്ങും. പാടിയ പാട്ടിന്റെയും നേടിയ പുരസ്കാരത്തിന്റെയും കണക്കിലല്ല, സ്വന്തം ജീവിതങ്ങളിൽ തൊട്ട സാന്നിധ്യമെന്ന തീവ്രതയിലാണ് നമ്മൾ യേശുദാസിനെ ഓർക്കുക. നമ്മളിലെല്ലാം അലിഞ്ഞ സുഖമുള്ള ഒരു ഈണമാണ് ദാസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യേശുദാസ്, ഞങ്ങളുടെ കരാർ താങ്കളുമായല്ല, പ്രപഞ്ചവുമായാണ്. ആ കരാറിലെ ഉറപ്പാണ് താങ്കളുടെ ഈ ശബ്ദം. അത് ആസ്വദിക്കാൻ, ആഘോഷിക്കാൻ യേശുദാസ് അടുത്തുണ്ടോ അകലത്താണോ എന്നതൊരു വിഷയമല്ല. യേശുദാസിന് ചെറുപ്പമാണോ പ്രായമേറിയോ എന്നതൊരു തടസ്സവുമല്ല. എന്തിന് യേശുദാസും ഞങ്ങളും ഇല്ലാതായാലും അത് തുടരും. Yeah.